ട്രെയിനിൽ നിന്ന് സൗഹൃദം സ്ഥാപിച്ച യുവാവ് വീട്ടിലെത്തി വയോധിക ദമ്പതികളെ മയക്കിക്കിടത്തി സ്വർണം കവർന്ന് കടന്നുകളഞ്ഞു. നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞായിരുന്നു ഈ കവർച്ച. ചികിത്സയ്ക്ക് സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത വീട്ടിൽ നിന്ന് 6 പവൻ സ്വർണമാണ് മോഷ്ടിച്ചത്. മലപ്പുറം വളാഞ്ചേരി സ്വദേശികളായ വയോധിക ദമ്പതികളാണ് കവർച്ചക്കിരയായത്. മലപ്പുറം വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപത്ത് താമസിക്കുന്ന കോഞ്ചത്ത് ചന്ദ്രനും ഭാര്യ ചന്ദ്രമതിയുമാണ് കവർച്ചക്കിരയാക്കപ്പെട്ടത്. ട്രെയിനിൽ നിന്ന് ദമ്പതികളെ പരിചയപ്പെട്ട 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവ് സൗഹൃദം മുതലെടുത്ത് ഇവരുടെ വീട്ടിലെത്തി. ശേഷം മയക്കുമരുന്ന് ചേർത്ത ജ്യൂസും മയക്കുഗുളികയും നൽകി ഇവരെ മയക്കിയ ശേഷം കവർച്ച നടത്തി കടന്നുകളഞ്ഞു. താലിമാലയും മറ്റൊരു മാലയും വളയും ഉൾപ്പെടെ 6 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മുട്ടുവേദനയുടെ ചികിത്സയ്ക്ക് ചന്ദ്രനും ഭാര്യയും കൊട്ടാരക്കരയിൽ പോയി മടങ്ങും വഴിയാണ് യുവാവ് ഇരുവരുമായും സൗഹൃദം സ്ഥാപിക്കുന്നത്. നാവികസേന ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തി. ഇരുവർക്കും സീറ്റ് തരപ്പെടുത്തി കൊടുത്ത് സൗഹൃദത്തിലായി. പിന്നീട് വയോധികർക്കൊപ്പമിരുന്ന് കാര്യമന്വേഷിച്ചു. മുട്ടുവേദനയ്ക്ക് നാവികസേന ആശുപത്രിയിൽ ചെലവ് കുറവാണെന്നും താൻ തരപ്പെടുത്താമെന്നും വിശ്വസിപ്പിച്ചു. പിറ്റേന്നെല്ലാം ശരിയായെന്നും ചികിത്സയുടെ രേഖകൾ ശേഖരിക്കാൻ വീട്ടിൽ വരാമെന്നും പറഞ്ഞ് ഫോൺ ചെയ്ത് വീട്ടിലെത്തി. സ്വന്തം മക്കൾ പറയുന്ന മാതിരിയുള്ള സംസാരങ്ങളായിരുന്നു. മക്കൾ പോലും ഇത്ര ക്ലിയറായിട്ട് പറയില്ല. അത്രയും സ്നേഹിച്ചിട്ടും അത്രയും തൊഴിലുള്ള ആൾക്ക് നല്ല സൗമ്യയുടെ കൂടിയ വർത്തമാനങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളത് കാശില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ശമ്പളത്തിൽ നിന്നുള്ള കാശുണ്ട്. എനിക്ക് 1,07,000 ശമ്പളമുണ്ട് മാസത്തിൽ. എനിക്ക് വലിയ ചിലവൊന്നുമില്ല. ഞാൻ കുറഞ്ഞ കാശ് എടുത്തിട്ടുള്ളൂ. ബാക്കി കാശ് കംപ്ലീറ്റ് ബാങ്ക് കിടക്കുകയാണ്. അതിനടുത്ത് ഞാൻ ചിലവാക്കി നിങ്ങളെ കാലിൻ്റെ അസുഖം മാറ്റി തരുന്നത്. ഞാനത് നേരാണെന്ന് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. ബുധനാഴ്ച ഉച്ചയോടെ ഫ്രൂട്ട്സും വാങ്ങി യുവാവ് വീട്ടിലെത്തി. ഇതുപയോഗിച്ച് സ്വയം ജ്യൂസ് തയ്യാറാക്കി ഇരുവർക്കും നൽകി. തൊട്ടു പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസിന്റെയാണെന്ന് പറഞ്ഞ് ഓരോ ഗുളികയും നൽകി. ഇതോടെ വയോധിക ദമ്പതികൾ മയങ്ങി വീണു. പിന്നാലെ കവർച്ച നടത്തി മോഷ്ടാവ് സ്ഥലം വിട്ടു. 75 വയസ്സായി. ഇനി അതുവരെ ചതിയിലും കൊടുക്കുന്നില്ല. പല ആൾക്കാരും വരുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്ത ആളാണ്. ഇത്ര ചതി ഇങ്ങനത്തെ വഞ്ചനയും ഞാൻ പറ്റില്ല. ആദ്യമായിട്ടാണ് അപ്പം പറയുന്നത്. ഞാൻ വിശ്വസിച്ചു എന്നുള്ളത് തെറ്റാണ് എൻ്റെ. കാരണം ഒരാളിങ്ങനെ ചതിക്കും എന്നുള്ളത് ഞാൻ ഒരാളും ചതിച്ചിട്ടില്ല, ഒരാളെ വഞ്ചിച്ചിട്ടില്ല. പക്ഷെ ഇവ അങ്ങനെ ചെയ്യുമെന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബോധം തെളിഞ്ഞപ്പോഴാണ് ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായത്. പിന്നാലെ ഇരുവരും പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.